ഉപയോഗിക്കുന്നതിനൊപ്പം മറ്റ് താൽപ്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഗൂഢഭാഷകൾ അഥവാ രഹസ്യമായ ഭാഷകൾ. ഒരു നാട്ടിൽ ഒരു ഗൂഢഭാഷ നിലനിൽക്കുന്നുണ്ടെങ്കിലും ആ നാട്ടിലെ എല്ലാവർക്കും അത് അറിയണമെന്നില്ല. ഈ ഭാഷ ഉപയോഗിക്കുന്നവരുടെ ഉദ്ദേശം തന്നെ തനിക്ക് ചുറ്റുമുള്ളവർ അറിയാതെ കാര്യം പറയുക എന്നതാണ്. സങ്കീർണമായ വ്യാകരണ നിയമങ്ങൾ ഇതിന് ഉണ്ടാവാറില്ല. മലയാളത്തിൻ്റെ അതേ ഈണത്തിലും ഉച്ചാരണ രീതിയിലുമാണ് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നതും. അതിനാൽ ഗൂഢഭാഷ കേൾക്കുന്ന മറ്റൊരാൾക്ക് സംശയം ഉണ്ടാവുകയുമില്ല. ചരിത്രപരമായ ഏതെങ്കിലും പ്രത്യേക കാലത്ത് പ്രത്യേക ആവശ്യകത വന്നതുകൊണ്ടാണ് ഒരു ഗൂഢഭാഷ രൂപപ്പെടുന്നത്. ഗൂഢഭാഷകൾ ആ കാലഘട്ടത്തിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇല്ലാതാവുകയാണ്.